കൊറോണയുടെ കൂടെ ജീവിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയിലേക്ക് പോവാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓറഞ്ച് ജ്യൂസാണ്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ടേസ്റ്റിയാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം കുറച്ച് ഓറഞ്ച് അല്ലികൾ എടുത്തിട്ടുണ്ട്. കുരു ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുള്ളേ. ഒരു 1/4 കപ്പ് വെള്ളം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ സ്പീഡിൽ വെച്ചിട്ട് ഒന്നിച്ചങ്ങ് അടിച്ചേക്കരുത്. അപ്പോഴാണ് ആ കുരു എല്ലാം അരഞ്ഞിട്ട് അതിലേക്ക് വരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ സ്പീഡിൽ 30 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ഒരു അര മിനിറ്റ്. ആദ്യം നമ്മളൊരു 10 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക, പിന്നെയും ഓഫാക്കിയിട്ട് വീണ്ടും ഒരു 10 സെക്കൻഡ്. നമ്മൾ അങ്ങനെ ചെയ്യാറില്ലേ? അങ്ങനെ ഒരു 3 പ്രാവശ്യം 10 സെക്കൻഡ് വെച്ച് ചെയ്താൽ മതി. അപ്പോഴേക്കും അത് നന്നായിട്ടാവും. അത് നോക്കുക. ചിലപ്പോൾ 30 സെക്കൻഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, 20 സെക്കൻഡ് ആകുമ്പോഴേക്കേ ആവും. നമുക്കതിൽ ആ കുരു അരയാതെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഒന്നിച്ച് അരച്ചിട്ട് എടുക്കാം. പക്ഷേ അത് പെട്ടെന്ന് കുരു എല്ലാം അരഞ്ഞിട്ട് നമുക്കത് ടേസ്റ്റ് ഉണ്ടാവില്ല. പെട്ടെന്ന് കയ്പ്പ് വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പൾസ് ബട്ടണുള്ള മിക്സി ആണെങ്കിൽ അതിൽ ചെയ്താലും മതി. അതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ ആക്കിയെടുത്താലും മതി. 30 സെക്കൻഡ് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒഴിക്കുക. ഇത് കണ്ടോ, കുരു എല്ലാം അതുപോലെ ഉണ്ട്. ഞാൻ പൾസ് ബട്ടൺ ഉണ്ട്, അത് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പ്രസ് ചെയ്ത് അല്ല, കുരു എല്ലാം അതിനകത്ത് ഒട്ടും അരഞ്ഞിട്ടില്ല. ഈ കുരു അരയുമ്പോഴാണ് എപ്പോഴും ഈ ഒരു കയ്പ്പ് ടേസ്റ്റ് വരുന്നത്. കംപ്ലീറ്റ് നമ്മൾ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസെല്ലാം എടുത്തു. ഇതാണ്ടോ കുരു ഒന്നും അടിഞ്ഞിട്ടില്ല. കുരു അരയാതെ എപ്പോഴും ശ്രദ്ധിക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ മധുരം ഒക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ അധികം അടിക്കാതെ എടുക്കുന്നതുകൊണ്ട് തന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ പഞ്ചസാര അലിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അത്രയും സമയം നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആ കുരു എല്ലാം അതിലേക്ക് അടിഞ്ഞ് ചേരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. കുറച്ച് ചേർത്താൽ മതി. കാരണം ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഗ്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിൽ, നമ്മളൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ വരുന്ന ഒരു ഓറഞ്ച് കണ്ടല്ലോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അതേപോലെ കുറച്ച് ഇഞ്ചി ജ്യൂസ് വേണമെങ്കിൽ ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം. കുറച്ച് പുതിന ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വേറെ ടേസ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും ഇതുപോലെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഓറഞ്ച് സീസണാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും. ഞാൻ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആഡ്സാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.